morning dear students. Good morning. Okay. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? Okay. നമുക്ക് കുറച്ച് GK പഠിച്ചാലോ? എന്താ റെഡിയല്ലേ? നമ്മൾ GKയിൽ ഇന്നൊരു ന്യൂ ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 20 സ്പോർട്സ് പേഴ്സണാലിറ്റീസ്. എന്താണല്ലേ? സ്പോർട്സ് പേഴ്സണാലിറ്റീസ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ 2-3 ക്ലാസ് ആയിട്ട് നമ്മൾ സ്പോർട്സിന്റെ കാര്യമാണ് പഠിക്കുന്നത്. പലതരത്തിലുള്ള സ്പോർട്സ് നമ്മൾ പഠിച്ചു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ടേംസ് നമ്മൾ നോക്കി. ഓരോ സ്പോർട്സും നമ്മൾ എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മളിനി സ്പോർട്സിലുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുടെ പേഴ്സണാലിറ്റീസിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എന്താ ചെയ്യാനുള്ള നോക്കിക്കേ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ നെയിം എഴുതണം. അപ്പം നോക്കിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹൂ ഈസ് ദിസ് സ്പോർട്സ് പേഴ്സണാലിറ്റി, ഓരോ സ്പോർട്സ് പേഴ്സണാലിറ്റീസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, അവരെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ പേര് എഴുതണം, അത് ആരാന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കേ, ദിസ് സ്പോർട്സ് പേഴ്സൺ ഈസ് എ ഫേമസ് ക്രിക്കറ്റർ, ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്മാൻ ഓഫ് ഓൾ ടൈം. He is a recipient of prestigious Arjuna Award, Rajiv Gandhi Khel Ratna, Padma Shri, Padma Vibhushan and Bharat Ratna. എന്താണ് this sports person is a famous cricketer. എന്താണ് ഇക്കാലത്തെ ഒരു മികച്ച ക്രിക്കറ്റർ ആയിരുന്നു, ഫേമസ് ക്രിക്കറ്റർ ആയിരുന്നു ഈ ഒരു സ്പോർട്സ് പേഴ്സൺ. ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലേ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്മാൻ ഓഫ് ഓൾ ടൈം, എക്കാലത്തെ മികച്ചൊരു ബാറ്റ്മാൻ ആണ്. ഹി ഈസ് എ റെസിപ്പിയന്റ് ഓഫ് പ്രസ്റ്റീജിയസ് അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന, പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് ഭാരത് രത്ന. അപ്പൊ ഇദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇദ്ദേഹത്തിന് അഭിമാനകരമായിട്ടുള്ള അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന, പത്മശ്രീ, പത്മവിഭൂഷൺ, ഭാരത് രത്ന, ഇത്രയും തുടങ്ങിയ അവാർഡുകൾക്ക് അർഹനാണ് ഇദ്ദേഹം. ഈ ഒരു പേഴ്സണാലിറ്റി, സ്പോർട്സ് പേഴ്സണാലിറ്റി ഏതാ? പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യില്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്പോർട്സ് പേഴ്സണാലിറ്റി ഏതാ? സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തതിലോട്ട് പോവാം. രണ്ടാമത് നോക്കിക്കേ, ദിസ് പോർച്ചുഗീസ് ഫുട്ബോളർ പ്ലേഡ് ഫോർ സ്പാനിഷ് ക്ലബ് Real Madrid and the Portugal national team and has long list of awards including FIFA World Player of the Year. എന്താണ് ഇദ്ദേഹം? ദിസ് പോർച്ചുഗീസ് ഫുട്ബോളർ. ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് ഫുട്ബോളർ ആണ്. നോക്കിക്കേ, പ്ലേഡ് ഫോർ സ്പാനിഷ് ക്ലബ് റിയൽ മാഡ്രിഡ് ആൻഡ് ദ പോർച്ചുഗൽ നാഷണൽ ടീം and has long list of awards including FIFA World Player of the Year. അപ്പൊ ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് ഫുട്ബോളർ പ്ലെയർ ആണ്. അതുപോലെ എന്താണ്, സ്പാനിഷ് ക്ലബിന് വേണ്ടി സ്പാനിഷ് ക്ലബ് റിയൽ മാഡ്രിഡിന് വേണ്ടിയും അതുപോലെ തന്നെ പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. And has long list of awards including FIFA World Player of the Year. എന്താ കൂടാതെ ഇദ്ദേഹം അല്ലേ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ട് ഇദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകളുടെ നീണ്ട പട്ടിക തന്നെ ഇദ്ദേഹത്തിന്. ഇപ്പൊ ഫിഫ വേൾഡ് പ്ലെയറും ആയിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് നിരവധി നീണ്ട അവാർഡുകളുടെ അല്ലേ പട്ടികകൾ ഇദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ ഒരുപാട് അവാർഡുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താണ്, ഒരു പോർച്ചുഗീസ് ഫുട്ബോൾ പ്ലെയർ ആണ് ഇദ്ദേഹം. ഇദ്ദേഹം സ്പാനിഷ് ക്ലബ് റിയൽ മാഡ്രിഡിന് വേണ്ടിയും പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് പറയാമോ എന്താ പേരാ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇദ്ദേഹത്തിന്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. CHRISTIANO, ക്രിസ്ത്യാനോ റൊണാൾഡോ. RONALDO, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദിസ് സെർബിയൻ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ കറന്റ്ലി റാങ്ക്ഡ് വേൾഡ് നമ്പർ 1 ഇൻ മെൻസ് സിംഗിൾ ടെന്നീസ് പ്ലെയർ ബൈ ദ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് ATP. ഇപ്പൊ എന്താണ് ഈ സെർബിയൻ അല്ലേ പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരൻ നിലവിൽ എന്താണ് നമ്മുടെ അസോസിയേഷൻ ഓഫ് ടെന്നീസ് ATP അല്ലേ, അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണലുകളുടെ പുരുഷ സിംഗിൾസിൽ എന്താണ് നോക്കിക്കേ
മെൻസ് സിംഗിൾസ് പുരുഷ സിംഗിൾസിൽ അല്ലേ പുരുഷ സിംഗിൾസ് ടെന്നീസ് കളിക്കാരിലെ ലോക 1-ാം നമ്പർ നിലയിലാണ് ഇദ്ദേഹം അല്ലേ ലോക 1-ാം നമ്പർ റാങ്കിലാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹത്തിന്റെ പേര് അറിയാൻ വേണ്ടി പറഞ്ഞത്? ഈ സെർബിയൻ പ്രൊഫഷണൽ ടെന്നീസ് കളിക്കാരൻ അല്ലേ നിലവിൽ നമ്മുടെ അസോസിയേഷൻ ഓഫ് ടെന്നീസ് ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണലുടെ മെൻ സിംഗിൾസിൽ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ നിലവിൽ 1-ാം റാങ്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേരെന്താ നിങ്ങൾക്ക് പറയാമോ? നൊവാക് ജോക്കോവിച്ച്. എന്താണ്? നൊവാക് ജോക്കോവിച്ച്. OVA നൊവാക് ജോക്കോവിച്ച്. JOKOVIC നൊവാക് ജോക്കോവിച്ച്. ഓക്കെ ക്ലിയർ ആയോ? അടുത്ത ഫോർത്ത് വൺ നോക്കിക്കേ. ആൻ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ഫോർമലി വേൾഡ് നമ്പർ 1 in women's singles is first Indian to win a medal in badminton at the Olympics. ഈ ഒരു പേഴ്സണാലിറ്റി ആരാണ്? ആൻ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ഒരു ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരൻ അതുപോലെ തന്നെ ഫോർമലി വേൾഡ് നമ്പർ 1 in women's singles. അപ്പോൾ നമ്മുടെ വനിതാ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരമാണ്. And is the first Indian to win a medal in badminton at the Olympics. ഒളിമ്പിക്സിൽ നമ്മുടെ ബാഡ്മിന്റൺ സെഷനിൽ മെഡൽ നേടിയ ആദ്യ ഒരു ഇന്ത്യൻ പേഴ്സണാലിറ്റി കൂടിയാണ് ഇദ്ദേഹം. ആരാണ് ആ പേഴ്സണാലിറ്റി? ആരാണെന്ന് പറയാൻ പറ്റുമോ? ആരാണ്? സൈന നെഹ്വാൾ. ആരാണ്? സൈന നെഹ്വാൾ. SAINA സൈന NEHWAL സൈന നെഹ്വാൾ. ഓക്കെ ക്ലിയർ ആയില്ലേ? അടുത്ത ഫിഫ്ത്ത് വൺ നോക്കിക്കേ. ആൻ അമേരിക്കൻ സ്വിമ്മർ with a total of 22 medals in 3 Olympics and hold the all-time records of 80 Olympic gold medals. എന്താണ്? ആൻ അമേരിക്കൻ സ്വിമ്മർ ഒരു അമേരിക്കൻ നീന്തൽ താരമാണ്. with a total of 22 medals in the 3 Olympics 3 ഒളിമ്പിക്സിൽ നിന്നായിട്ട് 22 മെഡലാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. and hold the all-time records of 80 Olympic gold അല്ലേ 18 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകളുടെ എക്കാലത്തെയും റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ഇദ്ദേഹം. എന്തൊക്കെ പറഞ്ഞതാണ്? അമേരിക്കൻ സ്വിമ്മർ അമേരിക്കൻ നീന്തൽ താരമാണ്. with a total of 22 medal in 3 Olympics 3 ഒളിമ്പിക്സുകളിലായിട്ട് 22 സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. and hold the all-time record of 80 Olympic gold medals. എന്താണ്? 18 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകളുടെ എക്കാലത്തെ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ആരാണ് അദ്ദേഹം പറയാൻ പറ്റുമോ? ആരാണ്? മൈക്കൽ ഫിലിപ്സ്. ആരാണ് മൈക്കൽ ഫിലിപ്സ്? MICHAEL മൈക്കൽ ഫിലിപ്സ്. PHELPS മൈക്കൽ ഫിലിപ്സ്. ഓക്കെ ക്ലിയർ ആയില്ലേ? അടുത്ത സിക്സ്ത് വൺ നോക്കേ. ആൻ അമേരിക്കൻ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ who is ranked world number 1 in the women's single tennis. അപ്പോൾ എന്താണ്? വനിതാ സിംഗിൾസ് ടെന്നീസിൽ ലോകത്തിലെ 1-ാം നമ്പർ റാങ്കിലുള്ള ഒരു അമേരിക്കൻ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി. അതുപോലെ എന്താണ്? The Women's Tennis Association has ranked her world number 1 in singles on separate 6 occasions. അപ്പോൾ എന്താണ് അല്ലേ വ്യത്യസ്ത 6 സെപ്പറേറ്റ് ഒക്കേഷൻസിലായിട്ട് നമ്മുടെ WTA വുമൺ ടെന്നീസ് അസോസിയേഷൻ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് നമ്പർ 1 ആയിട്ടുള്ള റാങ്കിൽ ലോക 1-ാം നമ്പർ ആയിട്ടുള്ള ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു റാങ്ക് 1-ാം റാങ്ക് ഈ ഒരു പേഴ്സണാലിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടെന്നീസ് പ്ലെയറിനെ നൽകിയിട്ടുണ്ട്. ഏതാണ് ആ വ്യക്തിത്വം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് പേഴ്സണാലിറ്റി? സെറീന വില്യംസ്. ആരാണ്? സെറീന വില്യംസ്. SERENA WILLIAMS സെറീന വില്യംസ്. ഓക്കെ ക്ലിയർ ആയോ? അടുത്ത 7th നോക്കിക്കേ. This Indian boxer is 5 times amateur boxing champion and the only woman boxer to have won a medal in each one of the 6 world championships. എന്താണ്? നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബോക്സർ 5 തവണ അമച്ചർ ബോക്സിംഗ് ചാമ്പ്യനും 6 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഓരോന്നിലും മെഡൽ നേടിയ
ഏക വനിതാ ബോക്സർ കൂടിയാണ്. എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ഒരു ഇന്ത്യൻ ബോക്സർ 5 തവണ അമച്ചർ ബോക്സിംഗ് ചാമ്പ്യനും അതുപോലെ തന്നെ 6 തവണ 6 ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഓരോന്നിലും മെഡൽ നേടിയിട്ടുള്ള ഏക വനിതാ ബോക്സർ കൂടിയാണ് ഈ ഒരു പേഴ്സണാലിറ്റി. ഏതാണ്? വളരെ ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതാണ്? മേരി കോം. അതാണ് മേരി കോം. MARYKOM. മേരി കോം. ഓക്കെ, ആരാണ്? മേരി കോം. അടുത്ത ഏറ്റവും നോക്കേ. ദിസ് ഇന്ത്യൻ ഈസ് എ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആൻഡ് എ ഫോമർ വേൾഡ് ചെസ് ചാമ്പ്യൻ ആൻഡ് റെസിപ്പിയന്റ് ഓഫ് രാജീവ് ഗാന്ധി ഖേൽരത്ന ആൻഡ് പത്മവിഭൂഷൺ. അപ്പൊ എന്താണ്? ഈ ഒരു ഇന്ത്യക്കാരല്ലേ ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ തന്നെ മുൻ ലോക ചെസ് ചാമ്പ്യനും രാജീവ് ഗാന്ധി ഖേൽരത്നയും പത്മവിഭൂഷണം നേടിയിട്ടുള്ള ഒരാളാണ്. ആരാണ് ഈ ഇന്ത്യക്കാരൻ? ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ തന്നെ മുൻ ലോക ചെസ് ചാമ്പ്യനും രാജീവ് ഗാന്ധി ഖേൽരത്നയും അതുപോലെ തന്നെ പത്മവിഭൂഷണം നേടിയിട്ടുള്ള ഒരു ആളാണ്. ആരാണ് അദ്ദേഹം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പേരാരാണ്? വിശ്വനാഥൻ ആനന്ദ്. ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. VISWANATHAN. വിശ്വനാഥൻ ആനന്ദ്. ANAND. വിശ്വനാഥൻ ആനന്ദ്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ഡിസ്കഷനിലോട്ട് പോവാം. അടുത്ത നോക്കിക്കേ. 9. This is an Argentina professional footballer and the only football player to win 5 FIFA Balloons d'Or and the first player to win 3 European Golden Shoes. ഇദ്ദേഹം ആരാണ്? ഇതൊരു അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോളറാണ്. ഒരു അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ് നമുക്ക് തന്നേക്കുന്ന ആ പിക്ചറിൽ. ഇദ്ദേഹം എന്താണ്? ഫുട്ബോൾ കളിക്കാരൻ. അർജന്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ്. അതുപോലെ തന്നെ 5 ഫിഫ ബാലൻസ് ഡിയോർ നേടിയിട്ടുള്ള ഏക കളിക്കാരനാണ് അല്ലേ? അതുപോലെ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാരനാണ്. അതുപോലെ 3 യൂറോപ്യൻ ഗോൾഡൻ ഷൂസ് നേടിയിട്ടുള്ള ആദ്യ കളിക്കാരനുമാണ്. ആരാണ് ഇദ്ദേഹം? നമുക്കറിയില്ല. എന്താണ്? ലയണൽ മെസ്സി. LIONELMESSI. ലയണൽ മെസ്സി. ഓക്കെ, അടുത്ത നോക്കിക്കേ. This is an Indian professional tennis player who is currently ranked number 1 in women's doubles ranking. എന്താണ്? നിലവിൽ വനിതാ ഡബിൾസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് ഈ പേഴ്സണാലിറ്റി. ആരാണിത്? നിങ്ങൾക്ക് പിക്ചർ നോക്കി പറയാൻ പറ്റുമോ? ആരാണ്? സാനിയ മിർസ. ആരാണ്? സാനിയ മിർസ. SANIAMIRZA. സാനിയ മിർസ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ എന്താ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് എന്നുള്ള ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് ആരായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ. സെക്കൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തേർഡ് നൊവാക് ജോക്കോവിച്ച്. ഫോർത്ത് സൈന നെഹ്വാൾ. ഫിഫ്ത്ത് മൈക്കൽ ഫിലിപ്സ്. സിക്സ്ത് സെറീന വില്യംസ്. 7 മേരി കോം. 8 വിശ്വനാഥൻ ആനന്ദ്. 9 ലയണൽ മെസ്സി. 10 സാനിയ മിർസ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? നമ്മുടെ 21 ചാപ്റ്റർ നോക്കിക്കേ. ഏഷ്യൻ ഗെയിംസ്. അതും എന്താണ്? ഗെയിംസ് അല്ലേ? സ്പോർട്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഏതാണ്? ഏഷ്യൻ ഗെയിംസ്. ASIANGAMES. ഏഷ്യൻ ഗെയിംസ്. നമ്മുടെ ചാപ്റ്റർ 21 ആണ് ഏഷ്യൻ ഗെയിംസ്. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താണ്? മാച്ച് ദ ഫോളോയിങ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പോയിന്റ് വന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന അതിൽ ഏതാണോ മാച്ച് ചെയ്യുന്നത് നമ്മൾ അതെടുത്ത് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നായിരുന്നു? എന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാ നടന്നത്? 1951-ലായിരുന്നു ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്. അത് എന്നാണ്? 1951. അപ്പൊ നമ്മൾ 1951 നേരെ എന്താണ് പെടുത്തണം? 1 മാർക്ക് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്. അത് എന്താണ് നടന്നത്? നമ്മുടെ ഓപ്ഷൻ കെ കണ്ടോ? കെ 1951. അപ്പൊ അതിന്റെ നേരെ നമ്മൾ 1 മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മോട്ടോ ഓഫ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ, മുദ്രാവാക്യം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായിരുന്നു?
എവർ ഓൺവേഡ്. എന്താണ് എവർ ഓൺവേഡ്? എവർ ഓൺവേഡ് എന്നായിരുന്നു നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ എഫിലാണ് എവർ ഓൺവേഡ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ നമ്മൾ എന്തോ ചെയ്യണം? 2 മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏഷ്യൻ ഗെയിംസ് 2040 വെയർ ഹെൽഡ് ഇൻ. 2014 നടന്ന ഏഷ്യൻ ഗെയിംസ് എവിടെയായിരുന്നു നടന്നതെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് നടന്നത്? ഇഞ്ചിയോൺ ദക്ഷിണ കൊറിയ അല്ലേ? ഇഞ്ചിയോൺ സൗത്ത് കൊറിയ. എവിടെയാണ്? ഇഞ്ചിയോൺ, INCHEON. ഇഞ്ചിയോൺ എവിടാ? ഇഞ്ചിയോൺ സൗത്ത് കൊറിയ. എവിടാണ്? ഇഞ്ചിയോൺ സൗത്ത് കൊറിയയിലായിരുന്നു നമ്മുടെ 2014 ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പൊ ഏതാണ് ഇഞ്ചിയോൺ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഐയിലാണ് കിടക്കുന്നത് അല്ലേ? ഐ ആണ്. അപ്പൊ അതിന്റെ നേരെ എന്ത് ചെയ്യണം? 3 മാർക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത നാലാമത്തത് നമ്പർ ഓഫ് കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ 2014 ഏഷ്യൻ ഗെയിം. 2014 നടന്ന ഏഷ്യൻ ഗെയിംസിൽ എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? 45. നമ്മുടെ എ ആണ് എൻ്റെ ആൻസർ. എത്ര? 45. 45ന്റെ നമ്മൾ എത്ര മാർക്ക് ചെയ്യും? 4 അടയാളപ്പെടുത്താം. ഓക്കെ, നമ്പർ ഓഫ് കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ 2014 ഏഷ്യൻ ഗെയിം. 2014 ഏഷ്യൻ ഗെയിംസിൽ എത്ര കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു? എത്ര? 45. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺട്രി വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മെഡൽ. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏഷ്യൻ ഗെയിംസിൽ ഏതാണ്? 5th ആൻസർ ഏതായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചൈന. ഏത് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്? ചൈന. ചൈന. ചൈനയുടെ ക്വസ്റ്റ്യൻ നമ്പർ എത്ര? H ആണ് അല്ലേ? H ആണ് നമ്മുടെ ഓപ്ഷൻ H, ചൈന. അപ്പൊ ചൈനയുടെ നേരെ നമ്മൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അടുത്ത നോക്കിക്കേ. 6th ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് അല്ലേ? എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? എവിടെയാണ് നിങ്ങൾ പറഞ്ഞേ? കുവൈറ്റ്. എവിടെയാണ്? കുവൈറ്റ്. KUWAIT. കുവൈറ്റിലാണ് നമ്മുടെ ഏതാണ് കൗൺസിൽ ഓഫ് ഏത്? ഏഷ്യ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കുവൈറ്റിലാണ്. അപ്പൊ കുവൈറ്റ് എത്ര? B. ബിയിലെ കുവൈറ്റ് ആണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ അതിന്റെ നേരെ നമ്മൾ 6 എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോസ്റ്റ് ഓഫ് 2018 ഏഷ്യൻ ഗെയിം. 2018 ഏഷ്യൻ ഗെയിംസിൽ അല്ലേ ആദ്യത്തെ രാജ്യം ഏതാണ്? ആതിഥേയൻ ആരാണെന്ന് ചോദിക്കുന്നത്. ഏത് രാജ്യമാണ്? നോക്കിക്കേ. 7 നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് രാജ്യമായിരിക്കും? ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത അല്ലേ? പാലംബാങ്ങിലെ ജക്കാർത്തയാണ് നമ്മുടെ ഏതായിരുന്നു? 2018 ഏഷ്യൻ ഗെയിംസിലെ ആതിഥേയൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യ. ആരാണ്? ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യ. ഓപ്ഷൻ ഏതാണ്? C. ഓപ്ഷൻ C. ജക്കാർത്ത. JKRTA. ജക്കാർത്ത, പാലംബാങ്. PALEM BANG. ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യ. INDONESIA. ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യയിലായിരുന്നു 2018 ഏഷ്യൻ ഗെയിംസിലെ ആതിഥേയൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് നമ്മൾ 7 അതിന്റെ നേരെ 7 മാർക്ക് ചെയ്യുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ ഏഷ്യൻ ഗെയിംസ്. ഇല്ലേ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വുമൺ ആരാന്നാ ചോദിക്കുന്നത്. ആരായിരിക്കും? ആരാണ്? വായിച്ചത് പറഞ്ഞേ. കമൽജിത്ത് സന്ധു. ആരാണ്? കമൽജിത്ത് സന്ധു. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ J. KAMALJIT. കമൽജിത്ത് സന്ധു. SANDHU. കമൽജിത്ത് സന്ധു ആണ്. കമൽജിത്ത് സന്ധു ആണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വുമൺ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9th നമ്പർ ഓഫ് മെഡൽസ് വോൺ ബൈ ഇന്ത്യ ഇൻ 2014 ഏഷ്യൻ ഗെയിംസ്. 2014 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? എത്ര മെഡലുകൾ നേടി? എത്ര ഇന്ത്യ നേടിയ മെഡലുകൾ? 57. 57 മെഡൽസ് ആണ്
ഇന്ത്യ നേടിയത്? എത്ര മെഡൽസ് ആണ്? 57. ഓപ്ഷൻ എൽ. ഓപ്ഷൻ എൽ 57 മെഡൽസ് ആണ് ഇന്ത്യ നേടിയത്. അപ്പോൾ 57 നേരെ നമ്മൾ 9 എന്ന് മാർക്ക് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും നമ്മൾ എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിംബൽ ഓഫ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസിന്റെ സിംബൽ ചിഹ്നം എന്താണ്? എന്താണ്? ഷൈനിങ് സൺ. എന്താണ്? ഷൈനിങ് സൺ. SHINING. ഷൈനിങ് സൺ ഇല്ലേ? അതാണ് നമ്മുടെ ഷൈനിങ് സൺ ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം. സിംബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൈനിങ് സൺ. അപ്പൊ ഷൈനിങ് സൺ ഓപ്ഷൻ എത്ര? ഈ ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. അതിന് നമ്മൾ 10 മാർക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11th presented the torch and the flag for the first Asian game. നമ്മുടെ ആദ്യ ഏഷ്യൻ ഗെയിമിന്റെ ദീപവും പതാകയും സമർപ്പിച്ചു. അതിന്റെ ഓപ്ഷൻ നമുക്ക് എന്തായിരുന്നു ആൻസർ? ഓപ്ഷൻ ഡി മഹാരാജ ഓഫ് പാട്യാല. ഓപ്ഷൻ ഡി മഹാരാജ ഓഫ് പാട്യാല. അതിന് നേരെ നമ്മൾ 11 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12th ഇന്ത്യ വോൺ മോസ്റ്റ് മെഡൽസ് ഇൻ അത്ലറ്റിക്സ്. അത്ലറ്റിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ളത് ഏത് ഗെയിംസിലാണ്? 2010 നടന്ന ഏഷ്യൻ ഗെയിംസിൽ. ഏത് ഗെയിംസിലാണ്? 2010 നടന്ന ഏഷ്യൻ ഗെയിംസിൽ. ഓപ്ഷൻ ജി 2010 ഏഷ്യൻ ഗെയിംസ്. 2010 നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ നേരെ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ആൻസർ ഏതായിരുന്നു? ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നിരുന്ന 1957. സെക്കൻഡ് മോട്ടോ ഓഫ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ എന്തായിരുന്നു? എവർ ഓൺവേർഡ്. തേർഡ് ഏഷ്യൻ ഗെയിംസ് 2040 വെയർ ഹെൽഡ് ഇൻ. എന്താണ്? ഇഞ്ചിയോൺ സൗത്ത് കൊറിയയിലായിരുന്നു നമ്മുടെ 2014 ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് കൺട്രീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ 2040 ഏഷ്യൻ ഗെയിംസ്. 2014 പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏഷ്യൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കൺട്രീസിന്റെ എണ്ണം എത്രയായിരുന്നു? ആൻസർ ഏതായിരുന്നു? 45. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കൺട്രി വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് മെഡൽ. ആൻസർ എത്രയാണ്? ചൈന. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ഏതാണ്? കുവൈറ്റ്. രണ്ട് ക്വസ്റ്റ്യൻ ഹോസ്റ്റ് ഓഫ് 2018 ഏഷ്യൻ ഗെയിംസ് ഏതായിരുന്നു? ജക്കാർത്ത, പാലംബാങ്, ഇന്തോനേഷ്യ. 8th ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ ഏഷ്യൻ ഗെയിംസ് ആരായിരുന്നു? കമൽജിത്ത് സന്ധു. 9th ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മെഡൽസ് വോൺ ബൈ ഇന്ത്യ ഇൻ 2014 ഏഷ്യൻ ഗെയിംസ്. എത്ര മെഡൽ നേടി ഇന്ത്യ? 957. അടുത്ത ക്വസ്റ്റ്യൻ സിംബൽ ഓഫ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസിന്റെ സിംബൽ എന്താണ്? ഷൈനിങ് റൺ. Presented the torch and flag for the first Asian Games. Answer ഏതാ? മഹാരാജ ഓഫ് പാട്യാല. India won most medals in athletics in ഏതിലായിരുന്നു? 2010 ഏഷ്യൻ ഗെയിംസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മുടെ 21ാമത്തെ ചാപ്റ്റർ ആണ് ഏഷ്യൻ ഗെയിംസ്. അടുത്ത പേജ് നമ്പർ 45 ക്യൂസ്. ഓക്കെ, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട ആൻസർ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി റിംഗ്സ് ആർ പ്രസന്റ് ഇൻ ഒളിമ്പിക് സിംബൽ. ഒളിമ്പിക് സിംബല് നമ്മൾ എത്ര റിംഗ്സ് ആണ് അതിൽ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? എത്ര റിംഗ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒളിമ്പിക് സിംബലില്? എത്ര ആൻസർ? 5 ഇല്ലേ? 5 റിംഗ്സ് ആണ് ഒളിമ്പിക് സിംബൽ ഇല്ലേ? 5 റിംഗ്സ് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒളിമ്പിക് സിംബൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൗ ലോങ് ഈസ് ദ മാരത്തൺ റേസ്. മാരത്തൺ ഓട്ടത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 42 കിലോമീറ്റർ ആണ് മാരത്തൺ ഓട്ടത്തിന്റെ ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഹോപ്പ്മാൻ കപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്. അതായത് ഹോപ്പ്മാൻ കപ്പ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ്? ഏതാണ്? ലോൺ ടെന്നീസ്. ഏതാണ്? ലോൺ ടെന്നീസ്. ലോൺ ടെന്നീസ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ടേം വൈറ്റ് വാഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം. വൈറ്റ് വാഷ് എന്ന് പറയുന്നത് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഏത് ഗെയിമാ? ക്രിക്കറ്റ്. ഏതാണ്? ക്രിക്കറ്റ്. ക്രിക്കറ്റ്. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഹാസ് സ്കോർഡ് ഫസ്റ്റ് ഡബിൾ സെഞ്ചുറി ഇൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ്. അതായത് വേൾഡ് കപ്പ് ലോക കപ്പ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഡബിൾ സെഞ്ചുറി ഇരട്ട സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ
ക്രിസ് ഗെയിൽ. ആരാണ്? ക്രിസ് ഗെയിൽ. CHRISGAYLE. ക്രിസ് ഗെയിൽ. ഓക്കെ, അടുത്ത 6th ക്വസ്റ്റ്യൻ നോക്കിക്കേ. The term gambit is used in which game? അതായത് ഗാംബിറ്റ് എന്ന് പറയുന്ന പദം ഏത് ഗെയിമിലാണ് യൂസ് ചെയ്യുന്നത്? ഏത് ഗെയിമിലാണ്? ഏതാണ്? ചെസ്. നമ്മുടെ ആൻസർ ഏതാ? ചെസ്. ചെസ്. ഓക്കെ, അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who has won the maximum gold medal in Summer Olympic Games? അതായത് സമ്മർ ഒളിമ്പിക്സ് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ അല്ലേ മാക്സിമം ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള പ്ലെയർ ആരാണ്? ആരാണ്? മൈക്കൽ ഫിലിപ്സ്. ആരാണ്? മൈക്കൽ ഫിലിപ്സ്. MICHAEL. മൈക്കൽ ഫിലിപ്സ്. PHELPS. മൈക്കൽ ഫിലിപ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the term used for the competitor in a judo fight? ഒരു ജൂഡോ ഫൈറ്റിൽ അല്ലേ പോരാട്ടത്തിൽ ഒരു ജൂഡോ പോരാട്ടത്തിൽ എതിരാളിക്ക് പറയുന്ന അല്ലെങ്കിൽ എതിരാളിക്ക് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഏതാണ്? എ ജൂഡോക്ക. ഏതാണ് നമ്മുടെ ആൻസർ? എ ജൂഡോക്ക. JUDOKA. ജൂഡോക്ക എന്നാണ് അതിലെ കോമ്പറ്റീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ജൂഡോക്ക. 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who has won the 2016 Miami Open Men's Singles title? അതായത് 2014 മിയാമി ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആരാണ്? നമ്മുടെ ആൻസർ നൊവാക് ജോക്കോവിച്ച്. ആരാണ്? നൊവാക് ജോക്കോവിച്ച്. NOVAK. നൊവാക് ജോക്കോവിച്ച്. BJKOVIC. നൊവാക് ജോക്കോവിച്ച്. അടുത്ത നമ്മുടെ 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2017 FIFA U17 വേൾഡ് കപ്പ്? അതായത് 2017 ഫിഫ U17 ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ഇന്ത്യ. അതാണ് നമ്മുടെ ആൻസർ, ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നോക്കി? 10. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി റിംഗ്സ് ആർ പ്രസന്റ് ഇൻ ഒളിമ്പിക് സിംബൽ? എത്രയായിരുന്നു? 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ലോങ് ഈസ് ദ മാരത്തൺ റൈസ്? എത്രയായിരുന്നു? 42 കിലോമീറ്റർ. ദ ഹോപ്പ്മാൻ കപ്പ് എന്ന് പറയുന്ന ഒരു പദം ഇസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്? ഏതാണ്? ലോൺ ടെന്നീസ്. ദ ടേം വൈറ്റ് വാഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം? ഏതാ? ക്രിക്കറ്റ്. ഹു ഹാസ് സ്കോർഡ് ഫസ്റ്റ് ഡബിൾ സെഞ്ചുറി ഇൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ്? ആരായിരുന്നു? ക്രിസ് ഗെയിൽ. 6th question the term gambit is used in which game? Chess. 7th question who has won the maximum gold medal in Summer Olympic Games? Ara Michael Phelps. 8th question what is the term used for the competitor in a judo fight? Endu parayunnathu a judoka. 9th question who has won the 2016 Miami Open Men's Single title? Ara Novak Djokovic. 10th question which country will host 2017 FIFA U17 വേൾഡ് കപ്പ്? ആരാ? ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ജികെയുടെ നമ്മൾ 2021 ചാപ്റ്റർ സ്റ്റഡി ചെയ്തു, ക്വിസും നോക്കി അല്ലേ? ഇതുവരെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത് സ്റ്റഡി ചെയ്യണം അല്ലേ? എഴുതി പഠിക്കണം. ഓരോ വേർഡ്സിൻ്റെയും സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിത് ഓരോന്നും എഴുതി തന്നെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നോട്ട്സ് എഴുതി ടീച്ചറിന് വോയിസ് മെസ്സേജ് പഠിക്കുന്ന സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് സയൻസ് പഠിച്ചാലോ? പഠിക്കാം. അപ്പോൾ നമ്മൾ 7th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഏതായിരുന്നു? ദ ലിവിങ് ആൻഡ് ദ നോൺ ലിവിങ് അല്ലേ? ലിവിങ് ആൻഡ് ദ നോൺ ലിവിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 7 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ന്യൂ ചാപ്റ്റർ തുടങ്ങാം. എന്തെല്ലാം റെഡി അല്ലേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 8 ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. എന്താണ് ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ? എന്താണ് ഹാബിറ്റേറ്റ് അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആവാസ വ്യവസ്ഥയും പൊരുത്തപ്പെടൽ. ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ. ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ ആവാസ വ്യവസ്ഥയും പൊരുത്തപ്പെടൽ. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ തുടങ്ങിയാലോ? നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ എത്ര നോക്കിക്കേ? 70. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കിക്കേ. The place where an organism lives naturally is called its habitat. അപ്പോൾ എന്താണ്? ഒരു ജീവജാലം, ഒരു ഓർഗാനിസം ജീവിക്കുന്ന, സ്വാഭാവികമായി ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ അതിൻ്റെ ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു ജീവി സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹാബിറ്റേറ്റ്
ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ എന്ത് പറയും? ഹാബിറ്റേറ്റ്. ഒരു ജീവി സ്വാഭാവികമായി ജീവിക്കുന്ന അതിന്റെ ഒരു സ്ഥലം ഇല്ലേ, ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. The natural habitat of the zebra, for example, is dry grassland, while that of the whale is the ocean. ഇപ്പൊ എന്താണ് നമ്മുടെ സീബ്ര, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സീബ്രയുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? ഡ്രൈ ഗ്രാസ്ലാൻഡ് ആണ് ഇല്ലേ. വരണ്ട പുൽമേടുകളിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ സീബ്ര വസിക്കുന്നത്. അപ്പൊ ആ വരണ്ട പുൽമേടാണ് നമ്മുടെ സീബ്രയുടെ ഹാബിറ്റേറ്റ്, ആവാസ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ വരണ്ട പുൽമേട് ഇല്ലേ, ആ ഒരു ഡ്രൈ ഗ്രാസ്ലാൻഡ്, വരണ്ട പുൽമേടാണ് നമ്മുടെ സീബ്രയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. നോക്കിക്കേ, while that of the whale is the ocean. പക്ഷെ നമ്മുടെ തിമിംഗലം ഇല്ലേ, നമ്മുടെ തിമിംഗലത്തിന്റെ ആവാസ വ്യവസ്ഥ വരണ്ട പുൽമേട്ടിൽ തിമിംഗലത്തിന് താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഓഷ്യൻ, സമുദ്രത്തിൽ, കടലാണ് നമ്മുടെ തിമിംഗലത്തിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്? കടലാണ്. നമ്മൾ പറഞ്ഞു ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ ഒരു ചുറ്റുപാടില്ലേ, ആ ഒരു സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം, അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ സീബ്രയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലേ, സീബ്രയുടെ ആവാസ വ്യവസ്ഥ ഏതാണ്? സീബ്ര ജീവിക്കുന്നത് ഏത് ചുറ്റുപാടിലാണ്? വരണ്ട പുൽമേട്ടിൽ. അത് തന്നെയാണ് നമ്മുടെ തിമിംഗലത്തിൻ്റെത്. അല്ല, തിമിംഗലം എവിടെയാണ്? ഓഷ്യൻ, കടൽ, സമുദ്രത്തിലാണ് നമ്മുടെ തിമിംഗലത്തിന്റെ ആവാസ വ്യവസ്ഥ. ഓക്കെ, നോക്കിക്കേ, ഹാബിറ്റേറ്റ് ഓൺ ലാൻഡ് ആർ കാൾഡ് ടെറസ്ട്രിയൽ, വെദർ ദേ ആർ ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, ഫോറസ്റ്റ് ഓർ മൗണ്ടൻസ്. അപ്പൊ എന്താണ് ഹാബിറ്റേറ്റ് ഓൺ ലാൻഡ് ഇല്ലേ? എവിടെ? നമ്മുടെ കരയിലെ ആവാസ വ്യവസ്ഥയെ നമ്മൾ എന്തെന്നാണ് പറയുക? ലാൻഡിലെ ആവാസ വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ടെറസ്ട്രിയൽ എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ. TERRESTRIAL, ടെറസ്ട്രിയൽ എന്നാണ്. ഇതില് ഈ ഒരു ചെറ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ടെറ മീനിങ് എർത്ത്, ഭൂമി എന്നാണ് അല്ലേ, എർത്ത്, ഭൂമി എന്നാണ് ആ ഒരു എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. നമ്മൾ കരയിലെ ആവാസ വ്യവസ്ഥയെ ഇപ്പം നമ്മൾ പറഞ്ഞു സീബ്ര വസിക്കുന്നത് ഏത് ആവാസ വ്യവസ്ഥയിലാണ്? ഡ്രൈ ഗ്രാസ്ലാൻഡിലാണ്. ആ ഡ്രൈ ഗ്രാസ്ലാൻഡ് എന്ന് വെച്ചാൽ കരയില്ലേ, ലാൻഡിലുള്ളതല്ലേ. അപ്പൊ നമ്മള് കരയിലെ ആവാസ വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെറസ്ട്രിയൽ ആവാസ വ്യവസ്ഥ ഇല്ലേ, ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് എന്ന് നമ്മൾ പറയും. ടെറ മീൻസ് എന്താ? എർത്ത്. നോക്കിക്കേ, വെദർ ദേ ആർ ഗ്രാൻഡ്ലാൻഡ്, ഡെസേർട്ട്, ഫോറസ്റ്റ് ഓർ മൗണ്ടൻ. അപ്പം ഈ ഒരു ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം? ഗ്രാസ്ലാൻഡ് പറയാം, പുൽമേട് പറയാം, മൗണ്ടൻസ് ഇല്ലേ, കുന്നുകളായാലും, ഫോറസ്റ്റ് കാടായാലും, ഡെസേർട്ട് മരുഭൂമി ആയാലും, ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? നമ്മുടെ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കിക്കേ, ഹാബിറ്റേറ്റ്സ് ഇൻ വാട്ടർ ആർ കാൾഡ് അക്വാറ്റിക്. അക്വ മീൻസ് വാട്ടർ. അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിലെ ആവാസ വ്യവസ്ഥയാണ് അല്ലേ. കരയിൽ മാത്രമാണ് ഓർഗാനിസംസ് താമസിക്കുന്നത്? അല്ല, കരയിലും വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? ഓർഗാനിസംസ് താമസിക്കും. ഇപ്പൊ തിമിംഗലവും ഫിഷും ഒക്കെ എന്താണ്? വെള്ളത്തിൽ ജീവിക്കുന്നതാണ് അല്ലേ. അപ്പം അതുപോലെ വാട്ടറിലുള്ള നമ്മുടെ ഹാബിറ്റേറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അക്വാട്ടിക് ഹാബിറ്റേറ്റ് എന്നാണ്. എന്ത് വിളിക്കും? അക്വാട്ടിക്. AQUATIC. ഇപ്പൊ എന്ത് പറയുന്നു? അക്വാട്ടിക് ഹാബിറ്റേറ്റ് എന്ന് പറയും. ഇതിൽ അക്വ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താണ്? അക്വ മീനിങ് എത്രയും വേർഡ് നമ്മൾ മീനിങ് പറയുന്നത് എന്താണ്? വാട്ടർ, വെള്ളം, ജലം എന്ന് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അതിന് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? അക്വാട്ടിക് ഹാബിറ്റേറ്റ്, അതായത് ജലത്തില നമ്മൾ പറഞ്ഞു, വെള്ളത്തില ആവാസ വ്യവസ്ഥയെ നമ്മൾ അക്വാട്ടിക് ഹാബിറ്റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ അക്വാട്ടിക് ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ പറയാൻ നമുക്ക് എന്തൊക്കെ പറയാം? സീ പറയാം അല്ലേ. സീയില് ഒരുപാട് ഓർഗാനിസം താമസിക്കുന്നുണ്ട് അല്ലേ, ലീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ പറയാം? പോണ്ട് ഉണ്ട്, ലേക്ക്, റിവർ, സീ, ഇതെല്ലാം അക്വാട്ടിക് ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹാബിറ്റേറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. എന്താണ്? ഒരു ജീവി വസിക്കുന്ന അതിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ട് താമസിക്കുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജീവിക്കുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് വിളിച്ചത്. ഹാബിറ്റേറ്റ് ആണ് നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു ഇല്ലേ. ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റും ഉണ്ട്, അക്വാട്ടിക് ഹാബിറ്റേറ്റും ഉണ്ട്. ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഹാബിറ്റേറ്റ് ഓൺ ലാൻഡ് ഇല്ലേ, കരയിലുള്ള ആ ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് എന്ന് വിളിച്ചത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം നമുക്ക്? ഗ്രാസ്ലാൻഡ് പറയാം, ഫോറസ്റ്റ്, മൗണ്ടെയിൻ ഇല്ലേ, പിന്നെന്താണ്? ഡെസേർട്ട്, ഇതെല്ലാം ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മൾ ഹാബിറ്റേറ്റ് ഇൻ വാട്ടർ ഇല്ലേ, ജലത്തില അല്ലെങ്കിൽ വെള്ളത്തിലെ ആവാസ വ്യവസ്ഥ നമ്മൾ എന്തെന്ന് പറയുന്നു? അക്വാട്ടിക് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞു? പോൺസ്, ലേക്ക്, സീ, റിവർ, ഇതെല്ലാം എന്താണ്? ഈ ഒരു അക്വാട്ടിക് ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ ആണ്.
Okay, നോക്കിക്കേ. Aquatic habitats are of two types. Ponds, rivers and lakes are called freshwater habitat, while sea are called marine habitat. അപ്പോൾ നമ്മൾ ഇനി ഒരു aquatic habitatനെ തന്നെ വെള്ളത്തിലെ ആവാസ വ്യവസ്ഥ നമ്മൾ വീണ്ടും രണ്ടായിട്ട് പറയുന്നു. എന്താണ് aquatic habitatനെ? aquatic habitatനെ നമ്മൾ എത്രയായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ് എന്ന് വിളിക്കുന്നു അല്ലേ? ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റും ഉണ്ട്, മറൈൻ ഹാബിറ്റേറ്റും ഉണ്ട്. എന്നൊക്കെ പറയാം. ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്, ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ് എന്നും അതുപോലെ തന്നെ മറൈൻ ഹാബിറ്റേറ്റ്, മറൈൻ ഹാബിറ്റേറ്റ്. എന്ത് പറയുന്നത്? ഈ അക്വാട്ടിക് ഹാബിറ്റേറ്റിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെ? അക്വാട്ടിക് ഹാബിറ്റേറ്റ് ആർ ഓഫ് ടു ടൈപ്സ്. പോണ്ട്, റിവർ ആൻഡ് ലേക്ക് ആർ കാൾഡ് ഫ്രഷ് വാട്ടർ. ഇതിലെ പോണ്ട്സ്, കുളങ്ങള്, റിവർ, നദികള്, അതുപോലെ തന്നെ തടാകങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ശുദ്ധജല ആവാസ വ്യവസ്ഥയെ നമ്മൾ ഇതിനെ പറയുന്നു. അപ്പം അക്വാട്ടിക് ഹാബിറ്റേറ്റ്സിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്സ് എന്നും മറൈൻ ഹാബിറ്റേറ്റ്സ് എന്നും. അപ്പൊ ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്സ് എന്താണ്? ശുദ്ധജല ആവാസ വ്യവസ്ഥ. അപ്പൊ പോണ്ട്സ്, ലേക്ക്, റിവർ ഇതെല്ലാം എന്താണ്? ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്സ് ആണ്, ശുദ്ധജല ആവാസ വ്യവസ്ഥകളാണ് പോണ്ട്, ലേക്ക്, റിവർ എന്നൊക്കെ പറയുന്നത്. while sea are called marine habitat. sea നമ്മൾ എന്ത് പറയുന്നു? മറൈൻ ഹാബിറ്റേറ്റ് അല്ലേ? മറൈൻ ഹാബിറ്റേറ്റ് സമുദ്ര ആവാസ വ്യവസ്ഥ. കടലുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? സമുദ്ര ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നു. അപ്പം അക്വാട്ടിക് ഹാബിറ്റേറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ് എന്നും മറൈൻ ഹാബിറ്റേറ്റ് എന്നും. ഫ്രഷ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധജല ആവാസ വ്യവസ്ഥയും മറൈൻ ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സമുദ്ര ആവാസ വ്യവസ്ഥ. അപ്പൊ ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? പോണ്ട്സ്, റിവർ, ലേക്ക്. മറൈൻ ഹാബിറ്റേറ്റ് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം? സീ പറയാം അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം ഹാബിറ്റേറ്റ് എന്താന്ന് പറഞ്ഞു. ഹാബിറ്റേറ്റിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് തന്നെ ഹാബിറ്റേറ്റ് ഓൺ ലാൻഡും ഉണ്ട്, ഹാബിറ്റേറ്റ് ഇൻ വാട്ടറും ഉണ്ട്. ഹാബിറ്റേറ്റ് ഓൺ ലാൻഡിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഹാബിറ്റേറ്റ് ഇൻ വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? അക്വാട്ടിക് ഹാബിറ്റേറ്റ്. അക്വാട്ടിക് ഹാബിറ്റേറ്റ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ്? ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ് എന്നും മറൈൻ ഹാബിറ്റേറ്റ്. ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ എന്നൊക്കെ പറയാം പോണ്ട്, ലേക്ക്, റിവർ. മറൈൻ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾ എന്ത് പറയാം? സീ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നോക്കിക്കേ. The type of animals and plants found in different habitat is different. അല്ലേ? എന്താണ്? ഈ നമ്മുടെ ഡിഫറെന്റ് ഹാബിറ്റേറ്റിൽ കാണുന്ന വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ കാണുന്ന സസ്യങ്ങളും മൃഗങ്ങളും എന്താണ്? വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ, യു വിൽ നോട്ട് ഫൈൻഡ് camels and cacti in cold mountains. ഇപ്പൊ എന്താണ്? അമലിനെയും കാക്റ്റിക്കിലെ കല്ലുചെടികളെ ഒന്നും നമുക്ക് കോൾഡ് മൗണ്ടൻസ് റീജിയനിൽ അല്ലെ, തണുത്ത മലയോര പ്രദേശങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ കാക്റ്റിക്കിനെ കല്ലുചെടികളെയും ക്യാമലിനൊന്നും കാണാൻ പറ്റില്ല. ക്യാമലും ഈ കാക്റ്റിക്കൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? മരുഭൂമികളിലൊക്കെയാണ് നമ്മൾ ഇവരെ കാണുന്നത്. അവരെ നമുക്ക് തണുത്ത പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നോർ വിൽ യു ഫൈൻഡ് പോളാർ ബെയർസ് ആൻഡ് പെൻഗ്വിൻസ് ഇൻ വാം ട്രോപ്പിക്കൽ പ്ലേസസ്. ഏതാണ്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നമുക്ക് ഈ ഒരു പോളാർ ബെയറിനെയോ പെൻഗ്വിനെയോ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ പല പ്ലാന്റിന്റെയും അതുപോലെ തന്നെ എന്താണ് ആനിമൽസിന്റെ ഒക്കെ ആവാസ വ്യവസ്ഥ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്യാമലും കാക്റ്റിക്കും ഒന്നും കോൾഡ് മൗണ്ടൻ റീജിയൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ പെൻഗ്വിനെയും പോളാർ ബെയറിനെയും എന്താണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അടുത്ത് നോക്കിക്കേ. The type of animals and plants living in a particular habitat are adapted to make the best of the conditions which characterize the habitat. അപ്പോൾ എന്താണ്? ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ വസിക്കുന്ന മൃഗങ്ങളുടെ സസ്യങ്ങളുടെ എല്ലാം തരാവ എന്ത് ചെയ്യുന്നു? ആ ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും മികച്ച സാഹചര്യങ്ങളെ ഉണ്ടാക്കാനായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്. എന്താണ് ടീച്ചർ പറഞ്ഞത്? ഇപ്പോൾ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്ന മൃഗങ്ങളും സസ്യങ്ങളും എന്താണ്? ആ ആവാസ വ്യവസ്ഥയിലുള്ള ഏറ്റവും മികച്ച കാര്യങ്ങളായിരിക്കും അല്ലെ, ഏറ്റവും മികച്ച സാഹചര്യങ്ങളായിരിക്കും അവർ നോക്കുന്നത് ആ ഒരു ആവാസ വ്യവസ്ഥയിൽ. Adaptations are structural or functional adjustment that help an organism survive in its habits. അപ്പോൾ അടുത്ത എന്താണ് നമ്മൾ അഡാപ്റ്റേഷൻസ്? എന്താണ് അഡാപ്റ്റേഷൻസ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഹാബിറ്റേറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. നമ്മൾ ഹാബിറ്റേറ്റ് എന്താണ് നോക്കി. അടുത്ത എന്താണ് അഡാപ്റ്റേഷൻസ്? എന്താണ് നമുക്ക് നോക്കാം. അഡാപ്റ്റേഷൻസ് എന്താണ്? സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത്
സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അഡ്ജസ്റ്റ്മെന്റ്. എന്തിനാണ്? ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് ഹാബിറ്റ്. ഇപ്പൊ എന്താണ്? ഒരു ജീവിയെ അതിന്റെ ആവാസ വ്യവസ്ഥയെ അതിജീവിക്കാൻ സഹായിക്കുന്ന, അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ഘടനാപരമോ പ്രവർത്തനപരമോ ആയ എന്താണ് ക്രമീകരണങ്ങളെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവിയെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ഘടനാപരമോ പ്രവർത്തനപരമോ ആയ ക്രമീകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ് അഡാപ്റ്റേഷൻസ്? അഡാപ്റ്റേഷൻസ് ആർ സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് ഹാബിറ്റേറ്റ്. അതിന്റെ ഹാബിറ്റേറ്റിൽ അവർ ആ ജീവിയെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ഘടനാപരമോ അല്ലെങ്കിൽ പ്രവർത്തനപരമോ ആയ ക്രമീകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡാപ്റ്റേഷൻസ് എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ, ദേ ഡെവലപ്പ് ഓവർ 100 of years. അപ്പൊ 100 വർഷം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? വികസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അടുത്ത നോക്കിക്കേ, response on the other hand are behaviors to cope with the changes in the surroundings in which an organism live. ഇപ്പൊ എന്താണ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ജീവി ഇല്ലേ ജീവിക്കുന്ന ചുറ്റുപാടിലെ മാറ്റങ്ങളെ നേരിടാനുള്ള ആ ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്പോൺസ് എന്ന് വിളിക്കുന്നത് ഇല്ലേ? എന്താണ്? ഒരു ജീവി താമസിക്കുന്ന ഒരു ഹാബിറ്റേറ്റ് ഉണ്ട്, ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പൊ ആ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ജീവി ജീവിക്കുന്ന ആ ചുറ്റുപാടിലുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളെ നേരിടാനുള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? റെസ്പോൺസസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രതികരണങ്ങൾ വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? റെസ്പോൺസസ് ഓൺ ദ അതർ ഹാൻഡ് are behaviors to cope with the changes in the surroundings in which an organism live. ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിലെ ആ ഒരു മാറ്റങ്ങളെ നേരിടാൻ, ആ ജീവിക്ക് എന്ത് ചെയ്യണം? ആ മാറ്റങ്ങളെ നേരിടാനുള്ള പെരുമാറ്റത്തെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. A camel is adapted to live in conditions of extreme heat while we respond to a rise in temperature by sweating. ഇപ്പൊ എന്താണ്? ഒരൊട്ടകം അല്ലേ കടുത്ത ചൂടിൽ ജീവിക്കാൻ അനുയോജ്യമാണ്. നമുക്കറിയാം അല്ലേ, ഒരു ഒട്ടകത്തിന്റെ സ്ഥലം തന്നെ മരുഭൂമിയാണ്. മരുഭൂമിയിൽ എന്താ? കടുത്ത ചൂടാണ്. അപ്പൊ ആ ഒട്ടകത്തിനെ കടുത്ത ചൂടിൽ ജീവിക്കാൻ ആ ജീവി തയ്യാറാണ്. കണ്ടീഷൻസ് ഓഫ് എക്സ്ട്രീം ഹീറ്റ് while we respond to a rise in temperature by sweating. പക്ഷെ നമുക്ക് എന്താണ്? താപനിലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഉയർച്ച, താപനില കൂടുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്ന? വിയർപ്പില്ലേ? ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരം വിയർക്കും. അപ്പൊ നമ്മൾ ആ ഒരു കൂടുന്ന ആ ഒരു താപനിലയെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്? നമ്മുടെ ശരീരം വിയർത്തുകൊണ്ടാണ്. ചൂട് കൂടുന്നതിനെ, താപനില കൂടുന്നതിലൂടെ നമ്മൾ വിയർപ്പിലൂടെ ചിത്രീകരിക്കും. പക്ഷെ എന്നാൽ ഒരു എന്താണ്? ഒട്ടകം, ക്യാമൽ എങ്ങനെയാണ്? എക്സ്ട്രീം ഹീറ്റിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒട്ടകത്തിന് താമസിക്കാൻ കഴിയുന്നു. ഇനി കമ്പോണൻസ് ഓഫ് എ ഹാബിറ്റേറ്റ്. ഒരു ഹാബിറ്റേറ്റിലെ കമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കാം. Any habitat, be it terrestrial or aquatic, is made up of living beings and non-living. നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ഉണ്ട്, അക്വാട്ടിക് ഹാബിറ്റേറ്റ്. അപ്പൊ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് ആയാലും അക്വാട്ടിക് ഹാബിറ്റേറ്റ് ആയാലും അവിടെ എല്ലാം എന്തുണ്ട്? ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ജീവനുള്ള വസ്തുക്കളും ഉണ്ട്, ജീവനില്ലാത്തവയും ഉണ്ട്. The living being in a habitat, that is the plant, animals and microorganisms, make up its biotic component. ഇപ്പൊ എന്താണ്? നമ്മുടെ ലിവിങ് ബീങ്സ് ആയ അല്ലേ ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? പ്ലാന്റ്, പിന്നെന്തുണ്ട്? ഒരു ഹാബിറ്റേറ്റില് ജീവനുള്ള വസ്തുക്കൾ ഏതാ? ജീവജാലങ്ങൾ എന്താ? ആരൊക്കെയാണ്? പ്ലാന്റ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം, ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നു ഇല്ലേ? ജൈവ ഘടകങ്ങൾ എല്ലാം ജൈവ ഘടകം ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നത്? ബയോട്ടിക് കമ്പോണന്റ്. അടുത്ത കമ്പോണന്റ് ഏതാ? ബയോട്ടിക് കമ്പോണന്റ്. ബയോട്ടിക് കമ്പോണന്റ് അതായത് ജീവജാലങ്ങളായ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവയ്ക്കെല്ലാം എന്തുണ്ട്? ജീവനുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് ബയോട്ടിക് കമ്പോണന്റ്, ജൈവ ഘടകം ഉണ്ടാക്കുന്നു. The non-living things like air, water, soil, light and temperature constitute the abiotic component. എന്താണ്? abiotic component. അപ്പോൾ നമ്മൾ പറഞ്ഞു ജീവനുള്ള വസ്തുക്കളെല്ലാം ചേർന്നിട്ട്, അതായത് ജീവജാലങ്ങളെല്ലാം ചേർന്നിട്ട്, പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവയെല്ലാം ചേർന്നിട്ട് ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലേ നോൺ ലിവിങ് തിങ്സ് ആയ എയർ, വാട്ടർ, ടെമ്പറേച്ചർ, ലൈറ്റ് ഇതെല്ലാം ചെയ്തിട്ട് അബയോട്ടിക് കമ്പോണന്റും ഉണ്ടാക്കുന്നു. ലൈറ്റ്, എയർ, ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫാൾ ആർ ഓഫൻ റെഫർഡ് ടു ആസ്
ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ഈ ലൈറ്റ്, എയർ, ടെമ്പറേച്ചർ, ചൂടും പ്രകാശവും വായു, ഇവയെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? റെയിൻഫാൾ. ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് ഈ നോൺ ലിവിങ് തിങ്സ് ആയ എയർ, ലൈറ്റ്, ടെമ്പറേച്ചർ, റെയിൻഫാൾ, ഇവയെല്ലാം നമ്മൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതുപോലെ തന്നെ പിന്നെന്താണ്? While the characteristics of the soil are called edaphic factors. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു സോയിലിൻ്റെ അല്ലേ, while the characteristics of soil, സോയിലിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എഡാഫിക് ഫാക്ടേഴ്സ് വിളിക്കുന്നു. എഡാഫിക് ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു കമ്പോണൻസ് ഓഫ് എ ഹാബിറ്റേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ഏതൊരു ഹാബിറ്റേറ്റ് ആയാലും, ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് ആയാലും അക്വാട്ടിക് ഹാബിറ്റേറ്റ് ആയാലും അവിടെ എല്ലാം ലിവിങ് തിങ്സും കാണും, നോൺ ലിവിങ് തിങ്സും കാണും എന്ന് പറഞ്ഞു. ലിവിങ് തിങ്സ് ആയ പ്ലാന്റ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവയെല്ലാം ചേർന്നിട്ട് ഒരു ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നു അല്ലെ, ജൈവഘടകം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആയ എയർ, വാട്ടർ, പിന്നെന്താണ് ലൈറ്റ്, ടെമ്പറേച്ചർ ഇവയെല്ലാം ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അബയോട്ടിക് കമ്പോണന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ നോൺ ലിവിങ് തിങ്സ് ആയ ലൈറ്റ്, എയർ, ടെമ്പറേച്ചർ, റെയിൻഫാൾ ഇവയെല്ലാം നമ്മൾ എന്തെന്നും കൂടെ വിളിക്കുന്നു? ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഒരു സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എഡാഫിക് ഫാക്ടേഴ്സ് എന്നും വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിക്കേ, ബയോട്ടിക് കമ്പോണന്റ്. നമ്മൾ പറഞ്ഞില്ലേ ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ലിവിങ് തിങ്സ്. ഇപ്പൊ എന്താ ബയോട്ടിക് കമ്പോണന്റ് നോക്കിക്കേ. The organisms that make up the biotic component can be classified into autotrophs and heterotrophs on the basis of how they obtain food. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ലിവിങ് ഓർഗാനിസംസ് ചേർന്ന്, ജീവജാലങ്ങൾ ചേർന്ന് ബയോട്ടിക് ഘടകം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ബയോട്ടിക് എന്താണ് കമ്പോണന്റ് ഉണ്ടാക്കിയ ആ ജീവജാലങ്ങളെ ഉണ്ടാക്കുന്ന ആ ഒരു ജീവജാലങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും. അപ്പൊ ഇവയെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹൗ ദേ ഒബ്റ്റെയിൻ ഫുഡ്. അവരെങ്ങനെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നു അല്ലേ എന്നതിനെ വെച്ചിട്ട്, എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഹെറ്ററോട്രോപ്സ് എന്നും ഓട്ടോട്രോപ്സ്. ഇത് നമ്മൾ പഠിച്ചതാണ് ഹെറ്ററോട്രോപ്സും ഓട്ടോട്രോപ്സും. ഓട്ടോട്രോപ്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? പ്ലാന്റ്സ് ആയിരുന്നു അല്ലേ, ഹരിതസസ്യങ്ങളായിരുന്നു ഹെറ്ററോട്രോപ്സ്. നമുക്കൊന്നുകൂടെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തോ പറഞ്ഞത്? നമ്മൾ ബയോട്ടിക് കമ്പോണന്റും അബയോട്ടിക് കമ്പോണന്റും ഉണ്ടെന്ന് പറഞ്ഞു. ഹാബിറ്റേറ്റിൽ തന്നെ ബയോട്ടിക് കമ്പോണന്റും ഉണ്ട് ഇല്ലേ. ഹാബിറ്റേറ്റിന്റെ കമ്പോണന്റ് ഏതൊക്കെയാ? ബയോട്ടിക് കമ്പോണന്റും അബയോട്ടിക് കമ്പോണന്റും. ഇത് ബയോട്ടിക് കമ്പോണന്റ് എന്താണ്? നമ്മുടെ ലിവിങ് ഓർഗാനിസം ആണ് നമ്മുടെ ഒരു ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്ന ആ ഒരു ജീവജാലങ്ങളെ നമ്മൾ വീണ്ടും ആ ഒരു എന്താണ് ഓർഗാനിസത്തെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അവര് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെ? ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും പറഞ്ഞു. ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും. ഓട്ടോട്രോപ്സ് എന്താ നോക്കിയാലോ നമുക്ക്? AUTOTROP ഓട്ടോട്രോപ്സ്. നോക്കിക്കേ, ഓട്ടോട്രോപ്സ് ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പൊ ഇവരെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലേ. പ്രൊഡ്യൂസേഴ്സ് എന്നും കൺസ്യൂമേഴ്സ് എന്നും ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഉൽപാദകര്. കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ അത് കൺസ്യൂം ചെയ്യുന്ന ഉപഭോക്താക്കള്. ഡീകമ്പോസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വിഘാടകർ അല്ലേ, വിഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്താ നമുക്കൊന്ന് നോക്കാം. പ്രൊഡ്യൂസേഴ്സ് നോക്കിക്കേ എന്താണ്? You know that the green plants are called autotrophs. നമ്മൾ പഠിച്ചതാ ഗ്രീൻ പ്ലാന്റ്സിനെ, ഹരിതസസ്യങ്ങളെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. Because they make their own food from carbon dioxide and water in the presence of sunlight. അല്ലേ, എന്താണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. Chlorophyll or the green pigment present in their leaves help them manufacture food by the process of photosynthesis. So photosynthesis പ്രകാശ സംശ്ലേഷണവും എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ്? ക്ലോറോഫിൽ ഇല്ലേ, ഹരിതകത്തിന്റെ സഹായത്തോടുകൂടി നമ്മുടെ ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ലീവ്സ്, ഇലകളിൽ കാണുന്ന ഒരു ഗ്രീൻ പിഗ്മെന്റ് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലേ
വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കൂടെ ചേർത്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഈ ഓരോ സസ്യങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ, അങ്ങനെ സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിച്ചായിരുന്നു. Since green plants produce food, they are called producers. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവരെ എന്തെന്നും കൂടെ വിളിക്കുന്നു? പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു അല്ലേ? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഉത്പാദിപ്പിക്കുന്നവരെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആരാണ്? ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണല്ലേ? ഗ്രീൻ പ്ലാന്റ്സ് ആരാണ്? ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. അവരങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? അവർക്ക് വേണ്ടുന്ന ഫുഡ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ട ഫുഡ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉത്പാദിപ്പിക്കുന്നുണ്ട്. നോക്കിക്കേ, ദേ യൂസ് സം ഓഫ് ദ ഫുഡ് ദേ പ്രൊഡ്യൂസ് ആൻഡ് സ്റ്റോർ ദ റെസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടുന്ന ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന ഫുഡ് കഴിച്ചിട്ടില്ലേ എടുത്തിട്ട് ബാക്കിയുള്ളത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. Animals which eat these plants use the stored food to survive. അപ്പോൾ ആനിമൽസ് എന്ത് ചെയ്യും? ഈ സസ്യത്തെ ഭക്ഷിക്കുന്ന ആനിമൽസ് എന്ത് ചെയ്യുന്നു? അവർ ആ സസ്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു, സസ്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡും കൂടെ ഭക്ഷിക്കുന്നു. These animals do store some food they eat and other animals which eat them use the food stored in their bodies. അപ്പം ബാക്കിയുള്ള ആനിമൽസ് എന്ത് ചെയ്യുന്നു അല്ലേ? ചില ആനിമൽസ് ഈ സസ്യങ്ങളെ കഴിച്ച ആനിമൽസിനെ കഴിക്കുകയും ചെയ്യുന്നു. ഈ ആനിമൽസ് സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡും കൂടി കഴിക്കുന്നു. Thus green plants are the providers of food for the entire living beings. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റയർ വേൾഡിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഓട്ടോട്രോപ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ ഗ്രീൻ പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഉത്പാദകർ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? അവര് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ അവർക്ക് വേണ്ടുന്ന ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഫുഡ് യൂസ് ചെയ്തതിന് ശേഷം അവർ ബാക്കി വരുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ആ സസ്യങ്ങൾ കഴിക്കുന്ന ആനിമൽസ് എന്താണ്? ആ സസ്യങ്ങളെയും കഴിക്കുന്നു, അതുപോലെ തന്നെ അവർ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡും കഴിക്കുന്നു. അപ്പൊ ആ ആനിമൽസിനെ കഴിക്കുന്ന മറ്റു മൃഗങ്ങൾ എന്താണ്? ആ സസ്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡ് കഴിക്കുന്നു അല്ലേ? ഈ ആനിമൽസിനെയും കഴിക്കുന്നു. സസ്യങ്ങളെ കഴിച്ച ആനിമൽസിനെയും കഴിക്കുന്നു, അവർ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡും കഴിക്കുന്നു. അപ്പൊ എൻ്റെ വേൾഡ് നോക്കാമെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ക്ലിയർ ആയോ? നോക്കിക്കേ, അടുത്ത ഹെറ്ററോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്. അടുത്ത എന്താണ് ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലേ? ഉപഭോക്താക്കള്. ആ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരെങ്കിലും അത് കഴിക്കണ്ടേ? അപ്പം ഉപഭോക്താക്കൾ ഹെറ്ററോട്രോപ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്. HETERO ഹെറ്ററോട്രോപ്സ്. TROPS ഹെറ്ററോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്. CONSUMER ഹെറ്ററോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ് എന്താണെന്ന് നോക്കാം. All living organisms which do not have chlorophyll depend on others for food. അപ്പോൾ എന്താണ്? ക്ലോറോഫിൽ ഇല്ലാത്ത എല്ലാ ജീവജാലങ്ങളും എന്താണ് ചെയ്യുന്നത്? ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നോക്കിക്കേ, they are called heterotrophs as you already know. അപ്പോൾ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? all or living organisms which do not have chlorophyll depend on others for food. ക്ലോറോഫിൽ ഇല്ലാത്ത എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കുന്നു. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹെറ്ററോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. They are also called consumers because they consume or use food made by others. ഇവരെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവരെ കൺസ്യൂമേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. All heterotrophs do not obtain their food the same way. They may be herbivores, carnivores or omnivores. Terms that you have already familiar with. അപ്പോൾ എന്താണ്? എല്ലാ ഹെറ്ററോട്രോപ്സും ഒരേ രീതിയിലായിരിക്കത്തില്ല ഫുഡ് അല്ലേ? ഭക്ഷണം ലഭിക്കുന്ന എല്ലാ ഈ ഒരു ഹെറ്ററോട്രോപ്സിന് ഒരേ രീതിയിലായിരിക്കത്തില്ല ഭക്ഷണം ലഭിക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു. അവരെ നമ്മൾ ഹെർബിവേഴ്സ് എന്ന്, കാർണിവേഴ്സ് എന്ന്, ഒമ്നിവേഴ്സ് എന്നൊക്കെ നമ്മൾ തരംതിരിച്ച് പഠിച്ചിട്ടുണ്ട് മുമ്പില്ലേ? ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ സസ്യബുക്ക്, സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്നത്. കാർണിവേഴ്സ് എന്ന് വെച്ചാൽ ഈ സസ്യബുക്കുകളെ ഭക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒമ്നിവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും ഇല്ലേ? മിശ്രഭോജനം. സസ്യബുക്കുകളെ ഭക്ഷിക്കുന്നു, മാംസബുക്കുകളെ ഭക്ഷിക്കുന്നതാണ് ആര്? ഒമ്നിവേഴ്സ്. മാംസവും ഭക്ഷിക്കുന്നുണ്ട്, സസ്യാഹാരവും ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തരംതിരിച്ച് ക്ലാസിഫൈ ചെയ്തൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. നോക്കിക്കേ, they may also be scavengers. To scavenge means to collect useful things from waste that is thrown away. നമ്മൾ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ വന്നുണ്ടോ? They may also be scavengers. അപ്പോൾ എന്താണ്? ഹെർബിവേഴ്സും കാർണിവേഴ്സും ഒമ്നിവേഴ്സും ഉണ്ട്, അതുപോലെ ആരും ഉണ്ട്? സ്കാവഞ്ചേഴ്സും ഉണ്ട് ഇല്ലേ?
that is thrown away. നമ്മൾ എറിയുന്ന വേസ്റ്റിൽ നിന്ന് അല്ലേ, വേസ്റ്റിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. You may have seen crows scavenging in garbage dumps or eating dead animals. നമുക്കറിയാം കാക്ക അല്ലേ, നമ്മൾ കളയുന്ന വേസ്റ്റിൽ നിന്ന് കാക്കയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്ത് ചെയ്യുന്നു, കാക്ക ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡെഡ് ആനിമൽസ് അല്ലേ, ചത്ത മൃഗങ്ങളിൽ നിന്നൊക്കെ കൊത്തിയാണ് കാക്ക ഭക്ഷിക്കുന്നത്. അപ്പൊ വേസ്റ്റുകളിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നു. Vultures and jackals are scavengers too. അല്ലേ, കഴുകന്മാരും കുറുനരികളും എന്ത് തന്നെയാണ്, സ്കാവഞ്ചേഴ്സ് ആണ്. They feed on carcasses of the bodies of dead animals. Scavengers are very useful because they help to do a cleanup job. അപ്പോൾ എന്താണ്, they feed on carcasses. അപ്പോൾ എന്താണ്, ശവങ്ങളിലെ അവ ശവങ്ങൾ ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബോഡീസ് ഓഫ് ഡെഡ് ആനിമൽ ഇല്ലേ, മരിച്ച ചത്ത മൃഗങ്ങളുടെ ബോഡീസിൽ നിന്നൊക്കെ അവർക്ക് വേണ്ടുന്നത് അവർ കുത്തി കഴിക്കുന്നുണ്ട്. Scavengers are very useful because they help to do cleanup job. എന്താണ്, ശുചീകരണ ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, സ്കാവഞ്ചേഴ്സ് ആണ്. ശുചീകരണ ജോലികൾ ചെയ്യാൻ നമ്മളെ സ്കാവഞ്ചേഴ്സ് വളരെയധികം സഹായിക്കുന്നു. Herbivores are also called primary consumers since they feed directly on plants. അപ്പോൾ ഹെർബിവോഴ്സിനെ നമ്മൾ എന്താണ്, സസ്യഭുക്കുകളെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്നാണ് പറയുന്നത്. കാരണം സസ്യഭുക്കുകളെ അവർ നേരിട്ട് ഭക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെർബിവോഴ്സിനെ എന്തെന്ന് പറയുന്നു, പ്രൈമറി കൺസ്യൂമർ അല്ലെ, പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്, അവർ പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുകയാണ്. Carnivores are secondary consumers since they feed on primary consumers which feed on producers. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ ഹെർബിവോഴ്സിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിച്ചു. അതുപോലെ നമ്മൾ കാർണിവേഴ്സിനെ മാംസഭുക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്, ഈ സസ്യങ്ങളെ കഴിച്ച സസ്യഭുക്കുകളെയാണ് നമ്മുടെ ഈ ഒരു കാർണിവേഴ്സ് ഭക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സസ്യങ്ങളെ ഭക്ഷിക്കുന്നില്ല, ആ ഒരു പ്രൈമറി കൺസ്യൂമേഴ്സിനെയാണ് അവർ ഈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാർണിവേഴ്സിനെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമർ എന്ന് വിളിക്കുന്നു അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്താണെന്ന് നോക്കി, കൺസ്യൂമേഴ്സ് എന്താണ് അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് ആരാന്ന് നോക്കി. ഇനി ഡീകമ്പോസേഴ്സ് വിഘാടകർ അല്ലെങ്കിൽ വിഘടിപ്പിക്കുന്നവർ ആരാന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, അനദർ സെറ്റ് ഓഫ് ഓർഗാനിസം ഡു എ ക്ലീൻ അപ്പ് ജോബ് ഇൻ നേച്ചർ. അപ്പൊ നേച്ചറില് അല്ലേ ക്ലീൻ അപ്പ് ജോലി ചെയ്യുന്ന ഒരു അനദർ ഓർഗാനിസം ജീവജാലങ്ങളാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്, വിഘാടകരെന്ന് പറയുന്നത്. These are microorganisms such as bacteria and fungi which live on dead and decaying plant and animal matter. അപ്പോൾ എന്താണ്, such as bacteria and fungi. അപ്പോൾ അവരെ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ, സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കുന്നു. such as ഏതൊക്കെയാണത്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയൊക്കെയാണ് ഒരു മൈക്രോ ഓർഗാനിസം. which live on dead and decaying plant and animal matter. അപ്പോൾ എന്താണ്, ചത്തതും ചീഞ്ഞെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്ലാന്റിന്റെ ആനിമൽസിന്റെയും ഒക്കെ അല്ലേ ചത്ത അല്ലേ അഴുകിയ ചീഞ്ഞഴുകുന്നൊക്കെ ആയിട്ടുള്ള അതിലാണ് ഈ ഒരു ബാക്ടീരിയ ഫംഗസ് ഒക്കെ കാണപ്പെടുന്നത്. വിത്തൗട്ട് മൈക്രോ ഓർഗാനിസം ഡെഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഡ്രൈ ലീവ്സ്, ആനിമൽ എക്സെട്ര ആൻഡ് ആൾ അതർ വേസ്റ്റ് മെറ്റീരിയൽ ഗുഡ് പൈൽ. അപ്പൊ എന്തായിരുന്നു, ഈ ഒരു മൈക്രോ ഓർഗാനിസം ഇല്ലായിരുന്നെങ്കിൽ, വിത്തൗട്ട് മൈക്രോ ഓർഗാനിസം, ഈ ഒരു മൈക്രോ ഓർഗാനിസം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഡെഡ് ആനിമൽസും ഇല്ലേ ചത്ത മൃഗങ്ങളും സസ്യങ്ങളും അതുപോലെ തന്നെ ഡ്രൈ ലീവ്സ് ഉണക്ക ഇലകളും ആനിമൽ വിസർജനങ്ങൾ അല്ലേ മൃഗങ്ങളുടെ വിസർജനങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വേസ്റ്റ് തുടങ്ങിയ വേസ്റ്റ് എല്ലാം ഇങ്ങനെ കുന്നുകൂടി ഇടങ്ങിയതേ. അടുത്ത നോക്കിക്കേ, മൈക്രോ ഓർഗാനിസം ആർ കാൾഡ് ഡീകമ്പോസേഴ്സ്. ഈ മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് വിഘാടകരെന്നാണ് അവരെ വിളിക്കുന്നത്. Because they break down the complex substances present in dead plant and animals, plant waste and animal excreta into simpler substance. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ, മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഡീകമ്പോസേഴ്സ് വിഘാടകരെന്ന് വിളിക്കുന്നു. അതിന് കാരണം എന്താണ്, അവർ എന്ത് ചെയ്യുന്നു, കോംപ്ലക്സ് സബ്സ്റ്റൻസ് ഇല്ലേ സങ്കീർണമായിട്ടുള്ള നമ്മുടെ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസം വിഘടിപ്പിക്കുന്നു ഇല്ലേ ചത്ത പ്ലാന്റിന്റെയും ആനിമൽസിന്റെ ഒരു ബോഡിയിൽ നിന്നൊക്കെയുള്ള സൂക്ഷ്മമായിട്ടുള്ള അണുക്കൾ, അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ പ്ലാന്റ് വേസ്റ്റ്, ആനിമൽ വിസർജനങ്ങൾ അല്ലേ മൃഗങ്ങളുടെ വിസർജനങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പദാർത്ഥങ്ങളെ ഈ സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു, അതിനെ എന്താണ് പറയുക, സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. കോംപ്ലക്സ് സബ്സ്റ്റൻസിലെ സങ്കീർണമായിട്ടുള്ള പദാർത്ഥങ്ങളെ സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു. വിഘടിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡീകമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നത്. They use some of
these substances for their own needs. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കിട്ടുന്ന സബ്സ്റ്റൻസ് കുറച്ച് പദാർത്ഥങ്ങൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. The rest mixes with the soil and improve its fertility. ബാക്കിയുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വരുന്ന അവർക്ക് ആവശ്യമുള്ള ഈ ചത്ത മൃഗങ്ങളുടെയും പ്ലാന്റിന്റെയും ഇല്ലേ ഇന്നത്തെ എടുക്കുന്ന വേസ്റ്റ് അതിനെയൊക്കെ വിഘടിപ്പിക്കുന്ന ആ ഒരു പദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? ഈ മൈക്രോ ഓർഗാനിസം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് ബാക്കിയുള്ളതിലെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നു അല്ലേ. The rest mixes with the soil and improve fertility. അപ്പോൾ മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് ബാക്കിയുള്ള ആ വരുന്ന പദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് അങ്ങ് ലയിപ്പിക്കുകയാണ് ഈ മൈക്രോ ഓർഗാനിസം ചെയ്യുന്നത്. Decomposers can however break down only those substances which are of plant or animal origin such as paper, cloth and leather. Such a substance are called biodegradable substance which cannot be broken down by natural decomposers. Such as plastic are called non biodegradable. ഇപ്പോൾ എന്താ പറയുന്നത്? ഈ ഡീകമ്പോസേഴ്സിനെ എന്തിനെ മാത്രമേ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റൂ? ഏതിലെ പദാർത്ഥങ്ങളെ മാത്രമാണ്? പ്ലാന്റ്, ആനിമൽ ഒറിജിൻ, അതായത് പേപ്പർ, ക്ലോത്ത്, ലെതർ തുടങ്ങിയവ മാത്രമേ ഈ ഡീകമ്പോസേഴ്സിനില്ലേ നമ്മുടെ മൈക്രോ ഓർഗാനിസമൊക്കെ വിഘടിപ്പിക്കാൻ കഴിയൂ. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ ഒരു പദാർത്ഥങ്ങളാണ് വിഘടിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോഡിഗ്രേഡബിൾ. അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വിഘടിപ്പിക്കാൻ കഴിയുന്ന അത്തരം പദാർത്ഥങ്ങൾ മൈക്രോ ഓർഗാനിസത്തിന് ഡീകമ്പോസേഴ്സിന് വിഘടിപ്പിക്കാൻ കഴിയുന്ന അത്തരം പദാർത്ഥങ്ങളാണ് നമ്മൾ ബയോഡിഗ്രേഡബിൾ എന്ന് വിളിക്കുന്നു. ബയോഡിഗ്രേഡബിൾ. ഇനി ഒരു ഡീകമ്പോസേഴ്സിന് വിഘടിപ്പിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളുണ്ട്. പ്ലാസ്റ്റിക് പോലുള്ള പദാർത്ഥങ്ങൾ എന്താണ്? ഈ ഒരു നമ്മുടെ ഡീകമ്പോസേഴ്സിന് വിഘടിപ്പിക്കാൻ കഴിയുന്നില്ല. അത്തരം പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് വിളിക്കുന്നു. നോൺ ബയോഡിഗ്രേഡബിൾ. എന്താണ്? നമ്മുടെ ഡീകമ്പോസേഴ്സിനെ വിഘടിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ബയോഡിഗ്രേഡബിൾ എന്നും അങ്ങനെ വിഘടിപ്പിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളെ നമ്മൾ നോൺ ബയോഡിഗ്രേഡബിൾ എന്നും വിളിക്കുന്നു. ഇത് നോക്കിക്കേ, അബയോട്ടിക് കമ്പോണന്റ് ആൻഡ് അഡാപ്റ്റേഷൻസ്. നമ്മൾ ബയോട്ടിക് കമ്പോണന്റ് പറഞ്ഞു. ബയോട്ടിക് കമ്പോണന്റ് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസം ഇല്ലേ, ജീവജാലങ്ങളാണ് ഈ ഒരു ബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഹെറ്ററോട്രോപ്സ്, ഓട്ടോട്രോപ്സ്, ഡീകമ്പോസേഴ്സ് പറഞ്ഞു. ഇനി അതുപോലെ അബയോട്ടിക് കമ്പോണന്റ് ഉണ്ട്. എയറും ലൈറ്റും അതുപോലെ ടെമ്പറേച്ചർ ഇവയൊക്കെ ഉണ്ടാക്കുന്ന അബയോട്ടിക് കമ്പോണന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇനി നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. The conditions related to light, air, water, temperature and soil vary from one habitat to another. അപ്പോൾ എന്താണ് അല്ലേ? കണ്ടീഷൻസ് റിലേറ്റഡ് ലൈറ്റ്, അതുപോലെ തന്നെ എയർ, വാട്ടർ, ടെമ്പറേച്ചർ, സോയിൽ വേരി ഇല്ലേ, ഇതൊക്കെ എന്താണ്? ഇതിന്റെ എല്ലാം ഓരോ ഹാബിറ്റേറ്റിലും പല രീതിയിലായിരിക്കും ഇവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. They may be different in different part of the same habitat. അപ്പോൾ ഒരു ഹാബിറ്റേറ്റിൽ തന്നെ ഇവ പല പാർട്സിലും പല രീതിയിലായിരിക്കും ലൈറ്റ്, ടെമ്പറേച്ചറും ഒക്കെ കാണപ്പെടുന്നത്. Let us discuss some adaptations that help organism cope with these conditions. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു കണ്ടീഷൻസിലേക്ക് പല മാറി വരുന്ന കണ്ടീഷൻസുമായിട്ട് എല്ലാ ലിവിങ് ഓർഗാനിസവും പൊരുത്തപ്പെടാനുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു പൊരുത്തപ്പെടൽ നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് എയർ. എന്താണ് എയർ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു എയർ എന്ന് പറഞ്ഞാൽ? ഒരു അബയോട്ടിക് കമ്പോണന്റ് ആണ്. ഈ അബയോട്ടിക് കമ്പോണന്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് എയർ എന്ന് പറയുന്നത്. Air is essential for the survival of the biotic community. അപ്പോൾ ഒരു ജൈവ സമൂഹത്തിന്റെ അല്ലേ സർവൈവലിന് നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ത്? എയർ, വായു എന്ന് പറയുന്നത്. Plants use the carbon dioxide in the air to manufacture food and all organisms need oxygen to release energy from food. അപ്പോൾ പ്ലാന്റ് യൂസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എയർ. അപ്പം എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ എല്ലാ ഓർഗാനിസത്തിനും ഓക്സിജൻ ആവശ്യമാണ്. എന്തിന്? ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാനായിട്ട് എല്ലാ ഓർഗാനിസത്തിനും എന്ത്? ഓക്സിജൻ ആവശ്യമാണ്. എയർ ഈസ് ഫ്രീലി അവൈലബിൾ ഇൻ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് ഇല്ലേ, നമ്മുടെ ഒരു ഭൗമ ആവാസ വ്യവസ്ഥ അല്ലെ കരയിലെ ആവാസ വ്യവസ്ഥയിൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീലി അവൈലബിൾ. നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ വായു നമുക്ക് അവൈലബിൾ അല്ലേ ഫ്രീ ആയിട്ട്. അപ്പം നമ്മുടെ കരയിലെ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് വായു എന്ന് പറഞ്ഞാൽ ഫ്രീ അവൈലബിൾ ആണ്. In aquatic habitats, however, organisms have to make use of the air dissolved in water. എങ്കിൽ aquatic habitatലോ നമ്മുടെ വെള്ളത്തിലെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെയാണ് അവര് അല്ലേ വെള്ളത്തിൽ ലയിച്ച എയർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. So organism living in water have a special adaptation. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്താണ്? പ്രത്യേക പൊരുത്തപ്പെടലുകൾ ഉണ്ട് അല്ലേ. We will discuss some of these underwater
plants living in hills and coast go with strong winds. അപ്പോൾ എന്താണ്, കുന്നുകളിലും ഇല്ലേ തീരങ്ങളിലും ഒക്കെ വസിക്കുന്ന സസ്യങ്ങൾക്ക് ശക്തമായ കാറ്റിനെ എങ്ങനെ നേരിടുക എന്ന് നമുക്ക് നോക്കാം. അത് നോക്കിയേ, കോപ്പിംഗ് വിത്ത് വിൻഡ്സ്, കാറ്റിനോട് അവർ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു, സഹായിച്ച് പോകുന്നു. In hilly areas where the strong winds blow in one direction, trees often have a odd shape. എന്താണ്, നമ്മുടെ ഒരു ഹില്ലി ഏരിയാസ്, കുന്നുകൾ പ്രദേശങ്ങളിലൊക്കെ, മലയോര പ്രദേശങ്ങളിലൊക്കെ സ്ട്രോങ് കാറ്റിങ്ങനെ വീശുമ്പോഴത്തേക്കും, ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വീശുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന നമ്മുടെ മരങ്ങളൊക്കെ എന്ത് വിചിത്രമായ ആകൃതിയിൽ ഇല്ലേ, വിചിത്രമായിട്ടുള്ള ആകൃതിയിലായിരിക്കും ആ ഒരു മരങ്ങളൊക്കെ പോകുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ നല്ല രീതിയിൽ കാറ്റിങ്ങനെ വന്ന് അടിക്കുമ്പോഴത്തേക്കും ഇല്ലേ ഹിൽ ഏരിയയിൽ മലയോര പ്രദേശങ്ങളൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ, ഒരു വിചിത്രമായ രീതിയിലായിരിക്കും ആ കാറ്റിനോട് പ്രതികരിക്കുന്നത്. വിചിത്രമായ ഷേപ്പിൽ, ആകൃതിയിലായിരിക്കും ആ കാറ്റിനോട് പ്രതികരിക്കുന്നത്. They have fewer branches and leaves on the windward side. അപ്പോൾ എന്താണ്, ഈ കാറ്റ് വീശുന്ന ആ ഒരു സൈഡിലെ മരങ്ങളിൽ എന്താണ്, മരങ്ങൾക്ക് ചില്ലകളും ഇലകളൊക്കെ കുറവായിരിക്കും. കാരണം കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രോങ് കാറ്റാണെങ്കിൽ ഒടിഞ്ഞു പോവുക, ഇലകൾ പറന്നു പോവുകയൊക്കെ ചെയ്യില്ലേ, ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കാറ്റ് നേരിട്ട് വീശുന്ന ആ ഏരിയയിലെ മരങ്ങളിലെ ലീവ്സും ബ്രാഞ്ചസും ഒക്കെ കുറവായിരിക്കും. സ്ട്രോങ് വിൻഡ് ബ്ലോയിങ് കോസ്റ്റൽ ഏരിയാസ് ടു. അപ്പോൾ എന്താ, തീരപ്രദേശങ്ങളിൽ ഇങ്ങനെ ശക്തമായ, മലയോര പ്രദേശങ്ങളിൽ മാത്രമാണ് ശക്തമായ കാറ്റ് വീശുന്ന അല്ല, തീരപ്രദേശങ്ങളിലും ഇങ്ങനെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. That is why palm leaves are cut into narrow segment. അപ്പോൾ എന്താണ്, ഈന്തപ്പനയുടെ ഇലകൾ ഇങ്ങനെ ഇടുങ്ങിയ ഭാഗങ്ങളിലായിട്ട് ഇല്ലേ മുറിക്കുന്നതിനുള്ള ഒരു കാരണം എന്താണ്, ഈ കാറ്റ് വീശുന്ന പ്രത്യേകത കൊണ്ടാണ്. Such leaves allow the wind to pass through, which help reduce the force of the wind. അപ്പോൾ എന്താണ്, കാറ്റിനെ കടന്നു പോകാൻ ഈ ഇലകൾ എന്ത് ചെയ്യുന്നു, അത്തരം ഇല്ലേ കാറ്റിനെ കടന്നു പോകാനായിട്ട് അനുവദിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റിന്റെ ശക്തി കുറയ്ക്കാൻ ആ ഈന്തപ്പനയുടെ ഇലകൾക്ക് കഴിയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈന്തപ്പനയുടെ ഇലകൾ ഇങ്ങനെ ഇല്ലേ എന്താണ് ഒരു ഇടുങ്ങിയ രീതിയിൽ ഇങ്ങനെ ഭാഗത്തായിട്ട് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റിന് അതുവഴി പോകാൻ ഇല്ലേ, കാറ്റിനെ അതുവഴി കടത്തിവിടാൻ നല്ല രീതിയിൽ സാധിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റിന്റെ ശക്തി കുറയ്ക്കാനും സാധിക്കുന്നു. അപ്പോൾ നമ്മൾ അബയോട്ടിക് കമ്പോണൻസിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു, എയറിനോട് എങ്ങനെയാണ് നമ്മുടെ അല്ലേ കാറ്റിനോട് എങ്ങനെയാണ് നമ്മുടെ ഹിൽ ഏരിയാസിലെയും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലെയും പ്ലാന്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമ്മൾ നോക്കി. ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ എന്താണ് ഹാബിറ്റേറ്റ് എന്ന് പഠിച്ചു, എന്താണ് അഡാപ്റ്റേഷൻസ്, 2 ടൈപ്പ് ഓഫ് ഹാബിറ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. എന്തൊക്കെയാണ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റും നമ്മുടെ അക്വാട്ടിക് ഹാബിറ്റേറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അഡാപ്റ്റേഷൻ എന്താണെന്ന് നോക്കി, റെസ്പോൺസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ കമ്പോണൻസ്, ഹാബിറ്റേറ്റിന്റെ കമ്പോണൻസ്, ബയോട്ടിക് കമ്പോണന്റ് ഉണ്ട്, അബയോട്ടിക് കമ്പോണന്റ്. ബയോട്ടിക് കമ്പോണൻസിൽ ഏതൊക്കെയാണ്, ഓട്ടോട്രോപ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്, ഹെറ്ററോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ് എന്നൊക്കെ നമ്മൾ നോക്കി. പിന്നെ അബയോട്ടിക് കമ്പോണൻസിൽ ഒരെണ്ണേ നമ്മൾ പഠിച്ചുള്ളൂ, എയറില്ലേ. ബാക്കി ലൈറ്റും ടെമ്പറേച്ചറും നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. ഇനി ഇത്രയും പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഈ ചാപ്റ്ററിന്റെ നോട്ട് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എടുത്തിട്ട് ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിനെ സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.